ഷെക്കന ന്യൂസിൻ്റെ ഇതിൻ്റെ ആലോചനകളൊക്കെ നടക്കുന്ന സമയത്ത്, ഇതിൻ്റെ പ്രാരംഭ നടപടികൾ നടക്കുന്ന സമയത്ത് ഈ ന്യൂസ് ലൈസൻസിനോടും അതുപോലെ ഷെക്കന ന്യൂസ് എന്നുള്ള ആ പേര് അത് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് MIB ആണ് നമുക്കത് അപ്രൂവൽ ചെയ്ത് തരേണ്ടത്. അപ്പോൾ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. ഈ സമയത്താണ് സാധാരണക്കാരായ നമ്മൾ കർത്താവിൻ്റെ ആലോചന പ്രകാരം തിരുസഭയ്ക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, ഈ ചാനലിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് അമേരിക്കയിൽ ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആ ശുശ്രൂഷ ഓർഗനൈസ് ചെയ്തവർ എന്നോട് പറഞ്ഞു, ഇതിനെ തൊട്ടടുത്താണ് മെക്സിക്കോ, അമേരിക്കൻ വിസയുണ്ടെങ്കിൽ നമുക്ക് മെക്സിക്കോയിലോട്ട് പോവാം. എനിക്ക് വലിയ സന്തോഷമായി. പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന ആ പുണ്യഭൂമിയിൽ അഭിഷേകമുള്ള മണി നിൽക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെയുണ്ട് സഹോദരങ്ങളെ. ഇത് അമ്മയിലൂടെ സ്വർഗം നടത്തിയ ഇടപെടലുകൾ ഇതെല്ലാം നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിച്ചു. ബസിലിക്കയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, അമ്മയെ ആശ്രയിക്കുന്ന ഒരു നാൾ ഉപേക്ഷിക്കാത്തവളാണ് അമ്മ. ഒരുപാട് വേദനയുണ്ട്, ഒത്തിരി സങ്കടമുണ്ട്, പലരും സംശയിക്കുന്നു, ഒത്തിരി ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇപ്പോഴും ന്യൂസ് ചാനലിനുള്ള ലൈസൻസ് അപ്രൂവൽ ആയിട്ടില്ല അമ്മേ, ലോഗോ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അമ്മ ഇടപെടണം. അമ്മ ജുവാനോട് പറഞ്ഞില്ലേ, ഞാൻ നിൻ്റെ അമ്മയാണ്, ഞാനിവിടെ ഇല്ലേ, നീ എന്തിനാണ് വേദനിക്കുന്നത്? അമ്മയുടെ വാക്കുകൾ ഏറ്റെടുക്കുകയാണ്. അമ്മ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിറക്കണ്ണുകളോടെ, ഹൃദയം നുറുങ്ങി, നിങ്ങൾ തുറന്നു പറയേണ്ട സഹോദരങ്ങളെ, വളരെ വേദനയോടെ, അതിലേറെ അമ്മയെ കൂട്ടുപിടിച്ച്, അമ്മയെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തോടെ അങ്ങ് പ്രാർത്ഥിച്ചു. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കുകയില്ല, കർത്താവ് നിരസിക്കില്ല. എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ അമ്മയ്ക്ക് ഈ വലിയ നിയോഗം സമർപ്പിച്ച് ഞാൻ ആ ജുവാൻ ഡിയോഗയുടെ ആ അങ്കിയിൽ പതിഞ്ഞ പരിശുദ്ധ അമ്മയുടെ ആ ഛായാചിത്രത്തിന് മുമ്പിലൊക്കെ നിന്ന് പല പ്രാവശ്യം കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. 2018 ഈ സംഭവം ഉണ്ടാവുന്നത്. നവംബർ മാസത്തിലാണ്. എൻ്റെ സഹോദരങ്ങൾ, അത്ഭുതമെന്ന് പറയട്ടെ, 2018 ഡിസംബർ 12 ഞാൻ പറഞ്ഞു, ഡിസംബർ 12 ആഗോള സഭയിൽ ഗുഡലൂപ്പ് അമ്മയുടെ തിരുനാൾ ആഘോഷമാണ്. പരിശുദ്ധ ഗുഡലൂപ്പ് അമ്മയുടെ തിരുനാൾ ദിവസമാണ് ഡിസംബർ 12. ആ ഡിസംബർ 12 2018 അന്നത്തെ MIB മിനിസ്റ്റർ ഷെക്കന ന്യൂസിൻ്റെ ആ ലൈസൻസ് അപ്രൂവൽ ചെയ്ത് സാധാരണക്കായ നമ്മുടെ കരങ്ങളിൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഈ ചാനല് കർത്താവ് ഏൽപ്പിച്ചു തരികയായിരുന്നു. ആവേ മരിയ.